മാർക്കറ്റിന്റെ ട്രെൻഡ് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതായിരുന്നു ഇന്നലത്തെ നമ്മുടെ സപ്പോർട്ട് സോൺ, ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ റെസിസ്റ്റൻസ് സോൺ. സോ ഇതിനുള്ളിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഇന്ന് കംപ്ലീറ്റ് ഇന്നത്തെ ദിവസം വരെ മൊത്തത്തിൽ ഇന്ന വരെ ഈ സമയം വരെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് ഇൻട്രാഡേയിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആണ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് 21,728 തൊട്ട് 21,710 വരെയാണ് ഒരു സപ്പോർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാൽ മാത്രം നമുക്ക് പുട്ട് സൈഡ് പ്ലാൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല റിജക്ഷൻ ആണ് റെസിസ്റ്റൻസ് സോണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ മാർക്കറ്റ് മിക്കവാറും ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് ഒരു 2.5 hours ആയിട്ട് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ആ റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് ലാസ്റ്റ് ഒരു ഓൾമോസ്റ്റ് 3 hours ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്, ഈ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാൽ മാത്രം പുട്ട് സൈഡിലോട്ട് നമുക്ക് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിഫ്റ്റിക്കകത്തും നമുക്കൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ആ